ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കുറെ അടിപൊളി വണ്ടികൾ കിട്ടിയായിരുന്നു. ഇനി അപ്പോൾ അതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോസ് ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ലംബോർഗിനിയുടെ ഗിഫ്റ്റ് പാക്കാണ്. എൻ്റെ ഇപ്പം ഇതുവരെ 3 ലംബോർഗിനി ഉണ്ട്. ഇത് 3 ലംബോർഗിനിയാണ്. അപ്പം ഇതിലും 5 ഉണ്ട്. അപ്പം മൊത്തം ഇപ്പോൾ 8 ലംബോർഗിനി ആയി. ഇത് ഡയബ്ലോ എന്നാണ്. ഇത് ഇവിടുന്ന് വിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ വേറെ ഈ ഒരു ബോക്സ് ഉണ്ടായില്ല. ഞാൻ ഇത് തന്നെ എടുത്തു. എൻ്റെ കണ്ടീഷനൊക്കെ ഇത്തിരി മോശമാണ്. ഇത് ഞാനിപ്പോൾ ലുലുന്ന് മേടിച്ചതാണ്. ഇതിന് എത്ര രൂപയായിരുന്നു? 1000 സംതിങ് ആയിരുന്നു. അതെ, 1200 രൂപയാണ് ഇതിന്. 5 വണ്ടി. ഇവിടെ നമുക്ക് ഈ ലംബോർഗിനിയുടെ ലോഗോ കാണാം. ഇതിൻ്റെ അർത്ഥം ഈ മേജററ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ലംബോർഗിനിയുടെ ലൈസൻസ് മേടിച്ചിട്ടുണ്ട് ഡൈകാസ്റ്റ് കാസ് ഉണ്ടാക്കാനായിട്ട്. അതാണ് അവർ ആ ഹോളോഗ്രാം ഒക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാം. ആദ്യം ഡയബ്ലോ തന്നെ ആയിക്കോട്ടെ. ലംബോർഗിനി ഗലാഡോ. ടോപ്പ് സ്പീഡൊക്കെ എഴുതിയിട്ടുണ്ട്. 325 km/h പവറൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. അത് നല്ലൊരു ഡീറ്റെയിൽ ആണ്. ബാക്കിൽ ലംബോർഗിനി. ഓക്കെ, പെയിൻറ് ഇത്തിരി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇവിടെ മിററിലും പെയിൻറ് പോയിട്ടുണ്ട്. അത് ഈ ബോക്സിൽ വിട്ടിരുന്നിട്ടാന്ന് തോന്നുന്നു. ലംബോർഗിനി ഗലാഡോ. എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഗലാഡോ ആണിത്. പക്ഷേ ഈ കാസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. വീൽസൊക്കെ ആവറേജ് ആണ്. പിന്നെ വീലാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് ഇല്ല. ബാക്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഡിഫ്യൂസറും സൈലൻസറും ഒക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഗലാഡോ എന്ന് പറയുമ്പോൾ യെല്ലോ കളറാണല്ലോ, ആ നല്ലൊരു യെല്ലോ കളർ ഉണ്ട്. പിന്നെ ഇറ്റലിയുടെ ഫ്ലാഗിൻ്റെ 3 സ്ട്രൈപ്സ് ഉണ്ട് 2 സൈഡിൽ കൂടെ. അത് നല്ലൊരു ഡീറ്റെയിൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടി പുറത്തോട്ട് എടുക്കാം. ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇവിടെ എന്തോ റബ്ബർ ബാൻഡ് പോലെയാണ്. ഓക്കെ, കൊല്ലാട്ടാ. ഓക്കെ, ഇത് ഏത് വണ്ടിയായിരുന്നു? ഇത് സ്ലാഗോ എന്നാണോ? ലെവൻറ്റ് ഡോറാണ്. ഓക്കെ, ഇത് വീൽസ് പ്ലാസ്റ്റിക് വീൽസ് തന്നെയാണ്. അവിടെ റബ്ബർ ബാൻഡ് പോലത്തെ സാധനമുണ്ട്. ഇതിൽ ടോപ്പ് സ്പീഡൊക്കെ എഴുതിയിട്ടുണ്ടോ നോക്കാം. ടോപ്പ് സ്പീഡ് ഇതിലില്ല. ഇതിൽ ലെവൻറ്റ് ഡോറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഏതായാലും നല്ലൊരു മാറ്റ് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ സ്റ്റിക്കറിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിൽ വെച്ച് വെക്കാം. ലംബോർഗിനി അവൻ്റഡോർ. എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ബ്ലാക്ക് ലംബോർഗിനിയാണ്. പിന്നെ നടുക്ക് ഇറ്റലി ഫ്ലാഗിൻ്റെ സ്ട്രൈപ്സും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലും ആ സെയിം വീൽസാണ് നമ്മൾ നേരത്തെ കണ്ട ഗലാഡോയിൽ കണ്ട സെയിം വീൽസാണ്. ബാക്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ലംബോർഗിനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ പ്രൊപ്പോർഷൻസിലൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും ലംബോർഗിനി കളക്ഷനിലേക്ക് കുറേ വണ്ടികളായെന്ന് മാത്രം. അടുത്ത വണ്ടി പുറത്തോട്ട് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് പുറത്തോട്ട് വന്നു. നമുക്കൊരു സ്റ്റേജ് പോലെ വെക്കാൻ പറ്റും. ഇത് കളക്ഷനൊക്കെ ആണെങ്കിൽ എല്ലാ വണ്ടികളും ഇങ്ങനെ നിരത്തി വയ്ക്കാം. അതിൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഊരിയെടുക്കാം. ഇതും അവൻ്റഡോർ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇതും അവൻ്റഡോറാണ്. ഇതിൽ പക്ഷേ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്താണോ, അതിലും നല്ല റെഡ് കളറാണ്. വീൽസും അടിപൊളി, നല്ല ഡീറ്റെയിൽസും ഉണ്ട്.
ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. ഇതും നേരത്തെ കണ്ട സെയിം കാസ്റ്റിംഗ് ആണ്, ആകെ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈവൻ വീൽസ് പോലും സെയിം ആണ്. വീൽസിൽ ഗോൾഡ് കളർ ഉണ്ട്, പിന്നെ അടിയിലൊരു ചെറിയൊരു ഗോൾഡ് സ്ട്രൈപ്പ് പോലെ ഉണ്ട്. പിന്നെ നല്ലൊരു റെഡ് കളറാണ്. ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ കണ്ട അവൻ്റഡോറിൻ്റെ സെയിം ആണ്. അടുത്ത വണ്ടി പുറത്തോട്ടെടുക്കാം. ഇതും അവൻ്റഡോർ തന്നെ. ഇത് കൺവെർട്ടബിൾ ആണ്, റോഡ്സ്റ്റർ ആണ്. അതെ, ലംബോർഗിനി അവൻ്റഡോർ SV റോഡ്സ്റ്റർ. ഇതിലും പവർ ഫിഗേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കൺവെർട്ടബിൾ ആണ്. ഇതിനു മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്ന ഇത് സെന്റിനാരിയോ റോഡ്സ്റ്റർ ആണിത്, വൈറ്റ് കളറ്. അകത്തത്തെ ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്കിലെ എൻജിൻ സൈഡൊക്കെ നല്ല ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സ്റ്റേജിൽ കൂടെ വെച്ച് നോക്കാം. അവൻ്റഡോർ റോഡ്സ്റ്റർ വണ്ടി ഭയങ്കര പൊങ്ങിയിരിക്കുകയാണ്, ഒരു SUV പോലെ ഇരിക്കുകയാണ്. ശരിക്കും ലംബോർഗിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിനോട് ഒട്ടിയിരിക്കണം. അതേ പറഞ്ഞതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒന്നും അത്ര ശരിയായിട്ടില്ല. ബാക്കിൽ ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ലൊരു ബ്ലൂ കളറാണ്, കൺവെർട്ടബിളാണ്. വീൽസിൻ്റെ ഡിസൈൻ ഒരു വേറെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വീൽ ആർക്കിൻ്റെ ഒക്കെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയൊന്നും വരാൻ പാടില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അവിടേക്കാണ് ഹോട്ട് വീൽസ് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ വണ്ടി ഇതൊരു മിലിറ്ററി പച്ച കളറാണ്. ഓൾറെഡി ഇതും ലംബോർഗിനി ഹുറക്കാനാണ്. അപ്പോൾ ഇതും ഹുറക്കാനായിരുന്നു. രണ്ടും വെച്ച് കമ്പയർ ചെയ്യാം. വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇതാണ് നല്ലൊരു ഒറിജിനൽ ലുക്ക്. സൈഡ് പ്രൊഫൈലും വലിയ തെറ്റില്ല, ബാക്കിലും നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഹോട്ട് വീൽസിൻ്റെ ബാക്കിൽ സ്പോയിലർ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ കളറ് ഇത്തിരി മങ്ങിയിരിക്കുകയാണ്. ഏതായാലും കൊള്ളാം. സ്റ്റേജിലും കൂടെ വെക്കാം. ലംബോർഗിനി ഹുറക്കാൻ. ഈ കാസ്റ്റിങ്ങിനാണ് ശരിക്കുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉള്ളത്. എൻ്റെ വീൽസിൽ വേറെ വീൽസ് കൊടുത്തേക്കുന്നത്. എനിക്ക് അതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടിയിലും ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. സൈലൻസറും ആ ഡിഫ്യൂസറും ടെയിൽ ലൈറ്റും ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. സൈഡ് പ്രൊഫൈലാണെങ്കിൽ അടിയിലൊരു ഓറഞ്ച് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കളറും വലിയ തെറ്റ് പറയാനില്ല. നടുക്കൊരു ഓറഞ്ച് സ്ട്രൈപ്പും പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.